കൂട്ടുകാർക്കും സൈഗോസ് വിഷന്റെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇപ്പം നിൽക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് എവിടെയാണ്? വൈക്കം റാന്നി, പത്തനംതിട്ട ജില്ലയിലെ കോന്നി കഴിഞ്ഞ് റാന്നി എന്ന് പറയുന്ന സ്ഥലത്ത് എത്തുന്നതിന് മുമ്പായിട്ട് വൈക്കം എന്ന് പറയുന്ന ഏരിയയിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. ഇവിടെ വനജ ടീച്ചറുടെ തയ്യക്കട എന്ന് പറയുന്നൊരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ തൊട്ട് മുമ്പത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ഉദ്ഘാടന വേള എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഫെയ്ത്ത് ബ്യൂട്ടി വർക്ക് എന്ന് പറയുന്ന ഒരു ബ്യൂട്ടി പാർലറിൻ്റെ ഒരു ഉദ്ഘാടനം ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാണാപ്പുറങ്ങളെന്ന് പറഞ്ഞാൽ അത് അവിടെ നടന്ന വേറെ രസകരമായിട്ടുള്ള കുറേ കാഴ്ചകളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ആർക്കും നമ്മൾ വിഷമമാവുന്ന രീതിയിലൊന്നും ആർക്കും നമ്മൾ അങ്ങനെ ചെയ്തിരിക്കുന്നതല്ല. സാധാരണ രീതിയിൽ ഒരു ഒരു ഫണ്ണെന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്ത് പോകുന്നതേ ഉള്ളൂ, അല്ലേ ബാബാജി? ഇതിപ്പോൾ വനജ ടീച്ചറുടെ തയ്യക്കടയുടെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഈ കട. അവിടെ നമ്മുടെ ഹരിച്ചേട്ടനും സ്മിതേഷ് ചേട്ടൻ്റെ സഹോദരിയുടെയും കൂട്ടുകാരുടെയും കൂടെ കടയാണ് കേട്ടോ ഇത്. അപ്പോൾ അതുകൂടാതെ തന്നെ നമ്മളവിടെ ഒരു അമ്മയുണ്ടായിരുന്നു. അമ്മ ആരാണെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പിന്നെ അതുകൂടാതെ ഇതാണ് ഇതിൻ്റെ മുതലാളി, ഈ ചേച്ചിയും പിന്നെ അതുകൂടാതെ ഒരു ചേച്ചിയും കൂടെ ഉണ്ട് കേട്ടോ. രണ്ടുപേര് ചേർന്നാണ് ഇത് ഉൾക്കാണുന്നത്. ഇതിൻ്റെ ബാക്കിലായിട്ട് നിൽക്കുന്നത് നമ്മുടെ ബിനു നവോദയ ചേട്ടനാണ് കേട്ടോ. പിന്നെ അതുകൂടാതെ നമ്മുടെ കുറേ യൂട്യൂബേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഹരിച്ചേട്ടൻ സ്മിതേഷ് ചേട്ടനോട് പറഞ്ഞു നമ്മുടെ എല്ലായിടത്തും അകത്ത് കയറി നിൽക്കാൻ പറഞ്ഞു. നമ്മുടെ ക്യാമറ പിടിക്കുന്ന ആൾക്കാർ എല്ലാവരും അകത്ത് നിന്നോളൂ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരെയും ഞാൻ അകത്ത് കയറ്റിയതിന് ശേഷം അവർ നമ്മുടെ ഉദ്ഘാടന വേള ധന്യമാക്കുന്നതിന് അവർ ഹരിച്ചേട്ടനെ അവിടെ സ്വാഗതം ചെയ്തു. ഹരിച്ചേട്ടൻ അങ്ങനെ ഇതെല്ലാം റിബണെല്ലാം മുറിച്ച് അകത്ത് കയറിയതിന് ശേഷം നമ്മുടെ വിളക്ക് തിരി കൊടുത്തണമായിരുന്നു. അതെ, ദീപം തെളിച്ചായിരുന്നു. അപ്പോൾ ദീപം തെളിക്കുന്നതിന് നിൽക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ നിന്ന കുറേ ആൾക്കാരുണ്ടല്ലോ, അവരെയൊക്കെയാണ് നമ്മുടെ ക്യാപിറ്റൽ വ്ലോഗ്സ് വിഷ്ണു, നമ്മുടെ കോന്നി വാർത്തകൾ, പിന്നെ ഡീജൻ വ്ലോഗ്സ്, പിന്നെ ശ്രീനി വ്യൂ ഫൈൻഡർ, ഇങ്ങനെയുള്ള കുറേ ആൾക്കാർ നമ്മുടെ യൂട്യൂബേഴ്സ് നമ്മളെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെ നിങ്ങളെ ഒന്ന് കാണിച്ചു തന്നതേ ഉള്ളൂ. അതുകൂടാതെ നമ്മുടെ ഹരിച്ചേട്ടനാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത്. ഇവിടെ തന്നെ നമ്മുടെ മീനൂട്ടി, നമ്മുടെ സൈഗയും വാവച്ചിയൊക്കെ ഉണ്ട് കേട്ടോ. ഹരിച്ചേട്ടൻ്റെ അടുത്ത് തന്നെ ഉണ്ട് നമ്മുടെ സ്മിതേഷ് ചേട്ടനും. ഇതാണ് നമ്മുടെ ഓണർ ചേച്ചി. ഇത് നമ്മുടെ ഇതാണ് കോന്നി വാർത്തകളിലുള്ളതാണ്. അപ്പോൾ അവിടെ ഇരിക്കുന്ന മോളെന്ന് പറയുമ്പോൾ ഹരിച്ചേട്ടൻ്റെ മോളാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഈ ചേച്ചി നേരത്തെ ഇവിടുത്തെ ഒരു മെമ്പറാണ്. ഈ ചേച്ചി നേരത്തെ ഇതിൽ വന്നിട്ടുണ്ട്, മെമ്പറാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അതുകൂടാതെ തന്നെ നമ്മുടെ പ്രദീപ് ചിറ്റാറല്ലേ, പ്രദീപ് ചിറ്റാർ നല്ല കിടിലൊരു ഗായകനാണ്. അപ്പോൾ ഗായകൻ നമുക്ക് ഇന്നലെ നിങ്ങൾക്ക് കാണിച്ചു തന്നായിരുന്നു, നമ്മളെ പാട്ടൊക്കെ കേൾപ്പിച്ച് തന്നായിരുന്നു. അപ്പോൾ അദ്ദേഹം അവിടെ നിൽപ്പുണ്ട്. അതുകൂടാതെ നോക്കിയപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞ് വാവ കേട്ടോ, അവിടുത്തെ കുഞ്ഞ് വാവ നമുക്ക് എല്ലാവർക്കും മുട്ടായി കൊണ്ട് തന്നു കേട്ടോ. അടിപൊളി തന്നെയായിരുന്നു. മോള് നോക്കിയേ പോകുന്നത് വളരെ നിഷ്കളങ്കമായിട്ട് എല്ലാവരുടെ അടുത്തും നോക്കി എല്ലാവർക്കും ഓരോ മുട്ടായിയൊക്കെ കൊണ്ട് കൊടുത്ത് മധുരമൊക്കെ അങ്ങ് കൊടുത്തു. അതെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളത് ഇങ്ങനെ താഴെ നോക്കിയപ്പോൾ ഒരു പപ്പയും അമ്മയും വന്നായിരുന്നു കേട്ടോ. അത് എനിക്ക് ആരാണെന്നൊന്നും അറിയത്തില്ല, അവർ നേരെ സ്വാഗതം ചെയ്തു. ഈ നിൽക്കുന്നതാണ് നമ്മുടെ വ്യൂ ഫൈൻഡറും ഡീജൻ വ്ലോഗ്സും. നമ്മുടെ വ്യൂ ഫൈൻഡർ നമ്മളോട് എല്ലാ സ്വരം ഉണ്ടായിരുന്നു അല്ലേ, നമ്മളൊത്താണ് വരുന്നത് അവിടെ. നമ്മുടെ ഇത് നമ്മളെല്ലാമായ ഞങ്ങളുടെ ചങ്ക് വിഷ്ണു ബ്രോ. അപ്പോൾ ഇദ്ദേഹത്തെ നമ്മളൊന്ന് വാരാൻ നോക്കിയതാണ്. ഓക്കെ, മുതലാളി കളിച്ച് അവിടെ ഇരിക്കുന്നത് കണ്ടിട്ട് നമ്മൾ വെറുതെ നമ്മൾ രണ്ടുപേരോട് ഒന്ന് വരാൻ നോക്കിയതാണ്. അതൊക്കെ കഴിഞ്ഞു. നമ്മൾ നേരെ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ ജയൻ്റെ ഫിഗർ ചെയ്യുന്ന മോഡലിൽ നമ്മുടെ ബിനു നവോദയ ചേട്ടൻ അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ നല്ല കിടിലൊരു ഫിഗർ ഷോ ആർട്ടിസ്റ്റാണ്, നല്ല അടിപൊളി ഫിഗറുകളൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ ചേട്ടൻ വന്ന് ഒരു ചെയറൊക്കെ കയറി ചെയറിലൊക്കെ ഒന്ന് ഇരുന്ന് നോക്കി, എന്നിട്ട് പറയുക സൂപ്പറാണ്, അടിപൊളിയാണെന്ന് പറയുക. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ചേട്ടൻ ഒന്ന് ഇരുന്ന് നോക്കിക്കൊള്ളാം, എന്നിട്ട് വേറൊരു ചെയറുണ്ട് അതിലൂടെ ഒന്ന് ഇരുന്ന് നോക്കിയാൽ കൊള്ളാമോ എന്നറിയാൻ വേണ്ടി എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ ചേട്ടൻ പറഞ്ഞു ഒടിഞ്ഞു വീഴുമെന്ന് നോക്കുന്നതാണെന്നാണ് പറഞ്ഞു. അപ്പോൾ അതൊക്കെ അങ്ങനെ നോക്കി. അതിന് ശേഷം നമ്മൾ നേരെ അപ്പുറത്ത് ഇറങ്ങിയ സമയത്താണ് ഇതിൻ്റെ പ്രോഡക്റ്റുകളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തണമല്ലോ, അങ്ങനെ പ്രോഡക്റ്റുകളൊക്കെ ഒന്ന് കാണിച്ചത്. അപ്പോൾ ബിനു നവോദയ ചേട്ടനാണതായി ഈ നിൽക്കുന്നുണ്ടല്ലോ.
നമ്മുടെ നല്ല നല്ല പോസൊക്കെ തന്നു, നമ്മുടെ ക്യാമറയ്ക്കൊക്കെ നല്ല പോസൊക്കെ തന്നു. അങ്ങനെ കുറേ നേരം നിന്നു. അപ്പോൾ അതിന് ശേഷം നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ ഹരിച്ചേട്ടൻ പിന്നെയും കയറി വന്നു. ഹരിച്ചേട്ടനും ഇവരെല്ലാവരും കൂടെ സംസാരിക്കുന്നുണ്ട്. നമ്മുടെ ആശംസകളൊക്കെ അറിയിപ്പിക്കണമല്ലോ. അപ്പോൾ എല്ലാവർക്കും ആശംസകളൊക്കെ പറയുന്നതിന് വേണ്ടിയൊക്കെ നമ്മുടെ ഹരിച്ചേട്ടനും സ്മിതേഷ് ചേട്ടനും അങ്ങനെ ഓരോരുത്തരെയൊക്കെ ഇനി ക്ഷണിച്ചായിരുന്നു. അപ്പോൾ അവർ എല്ലാവർക്കും ആശംസകൾ പറയുന്നതിൻ്റെ വീഡിയോസ് ആയിരുന്നു. അതൊക്കെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് കേട്ടോ. ഈ വീഡിയോസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അതൊന്നും ഞാൻ നിങ്ങൾക്ക് മിസ് ചെയ്യുന്നില്ല. നമ്മുടെ ഈ സംസാരിക്കുന്ന കൂട്ടത്തിൽ തന്നെ ബാക്ക്ഗ്രൗണ്ടൊന്നും ഞാൻ കട്ട് ചെയ്യുന്നില്ല. ബാക്ക്ഗ്രൗണ്ട് ഇതുപോലെ തന്നെ പോകും. അപ്പോൾ നമ്മുടെ സൈഗയ്ക്ക് ബലൂൺ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ബലൂൺ എടുത്ത് കൊടുത്തു. സൈഗ ബലൂണും കൊണ്ടൊക്കെ നടക്കുക. അപ്പോൾ നമ്മുടെ പ്രദീപ് ചിറ്റാർ ഇദ്ദേഹത്തിൻ്റെ നമ്മുടെ സംസാരിക്കാൻ വേണ്ടി അവിടെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വെച്ച് അദ്ദേഹം നമ്മുടെ അവിടുത്തെ സ്ഥലപ്പേരും നമ്മുടെ ഇതിൻ്റെ സ്ഥാപനത്തിൻ്റെ പേരും കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തു. ഇവിടെ ചായ ഉണ്ടായിരുന്നു കേട്ടോ. ചായയും നമ്മുടെ ഉഴുന്നുവടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാവർക്കും കഴിക്കുന്നതിന് നമ്മളെല്ലാവരും എടുത്ത് നമ്മുടെ ഹരിച്ചേട്ടനൊക്കെയാണ് എടുത്ത് കൊടുക്കുന്നത്. അത്രയും സാധാരണക്കാരനായ അത്രയും സിമ്പിളായിട്ടുള്ള ആളാണല്ലേ ഹരിച്ചേട്ടൻ. എല്ലാവരിടത്തും നമ്മൾ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും ഞാൻ ഓർത്തിട്ടുള്ളതാണ്. നമ്മൾ എപ്പോഴും ഞാൻ ഒരുപാട് ഇപ്പോൾ രണ്ടാമത്തെ വേദിയാണ്. ഈ രണ്ടാമത്തെ വേദിയിൽ ഞാൻ പോയിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിലാണ് ഹരിച്ചേട്ടൻ നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അത്രയും വളരെ ഏറ്റവും പാവപ്പെട്ട രീതിയിൽ വന്ന ഒരാളെന്നുള്ള രീതിയിൽ അത്രയും സിമ്പിളായിട്ട് നിൽക്കുന്ന ഒരു ചേട്ടനാണ്. ഇതെല്ലാം നമ്മുടെ യൂട്യൂബേഴ്സാണ് നമ്മളെ കൂടെ നിൽക്കുന്ന നമ്മുടെ ഇത് ഡീജൻ ബ്ലോഗ്സ്. ഓക്കെ, ഇവരെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ കോന്നി വാർത്തകൾ, ഡീജൻ ബ്ലോഗ്സ്, ക്യാപിറ്റൽ ബ്ലോഗ്സ്, വ്യൂ ഫൈൻഡർ, അതുകൂടാതെയൊക്കെ 2-3 നേരമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് അവരെല്ലാവരെയും പേരുകളൊന്നും അറിയത്തില്ല. അതെ, നമ്മളപ്പോൾ അതിനുശേഷം നമ്മുടെ ഇത് പരിചയപ്പെടുത്തണമല്ലോ. അപ്പോൾ ഈ പരിചയപ്പെടുത്താൻ വന്ന രണ്ട് മുതലാളികളാണ്. അപ്പോൾ അവർ രണ്ടുപേർക്കും കറക്റ്റ് സ്ഥലപ്പേരൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ അപ്പോഴും പഠിച്ചു. സ്ഥലപ്പേരൊക്കെ പഠിച്ചിട്ട് പിന്നെ നമ്മൾ ഇട്ട വീഡിയോ ഉണ്ടായിരുന്നല്ലോ, അതിനകത്ത് നമ്മൾ ആശംസകളൊക്കെ പറയുന്നത് നമ്മൾ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കാണാപ്പുറങ്ങളാണ്. നമ്മൾ ഇവിടെ നമ്മൾ കാണിക്കാത്ത കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നല്ലോ, അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതും ആർക്കും ഒരു വിഷമം ഉണ്ടാക്കാത്ത രീതിയിലുള്ള വീഡിയോസ് മാത്രമാണ് നമ്മൾ മാക്സിമം ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ളത്, അല്ലേ വാച്ചി? അപ്പോൾ നമ്മളിത് പ്രോഡക്റ്റുകളാണ്. പ്രോഡക്റ്റുകളൊക്കെ പിന്നെ ചെയ്തു. അതിനുശേഷം നമ്മുടെ ഹരിച്ചേട്ടൻ്റെ മകൾക്കായിട്ട് അവർ ഫസ്റ്റ് എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യണമല്ലോ, അത് ചെറിയൊരു വർക്ക് നമുക്ക് വേണ്ടി ചെയ്തതാണ് കേട്ടോ ചേച്ചി. നമ്മുടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന നമുക്ക് വേണ്ടിയാണ് ഈ ചേച്ചി ഈ വർക്കൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ചെറിയൊരു സിമ്പിളായിട്ടുള്ളൊരു വർക്ക് ചെയ്തു. അപ്പോൾ അതിനുശേഷം നമ്മളൊന്ന് പുറത്തിറങ്ങി നമ്മളെല്ലാവരും നമ്മുടെ യൂട്യൂബേഴ്സ് ഉണ്ടല്ലോ, എല്ലാവർക്കുമായിട്ടൊരു വീഡിയോ ഒക്കെ എടുത്ത് നോക്കി. ഹരിച്ചേട്ടനും നമ്മുടെ ഓണേഴ്സും അവരെല്ലാവരും അവർക്കൊരു ഫയൽ ചെയ്യണമല്ലോ, ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉദ്ഘാടനം ഫയൽ ചെയ്യണമല്ലോ എന്നുള്ള രീതിയിൽ അവർക്കും ഒരു ഫോട്ടോ എടുക്കാനൊക്കെ കയറി കേട്ടോ. അപ്പോൾ ഉദ്ഘാടകനെയും മുതലാളി നമ്മുടെ ഓണേഴ്സും ഷോപ്പ് ഓണേഴ്സും അവരെല്ലാവരും കൂടെ കയറിയിരുന്നു. അതിനുശേഷം നമ്മുടെ ഡീജൻ ബ്ലോഗ്സ് അവർ ഹരിച്ചേട്ടനുമായിട്ടൊക്കെ സംസാരിക്കാനായിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഹരിച്ചേട്ടൻ വളരെ സിമ്പിളായിട്ടാണ് നമ്മുടെ അടുത്ത് എല്ലാം സംസാരിക്കുന്നത്. നമ്മളെല്ലായിടത്തും അതേ രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ പിന്നെ അകത്ത് കയറി കേട്ടോ. അകത്ത് കയറിയപ്പോഴത്തേക്ക് നമ്മൾ പെട്ടെന്ന് നമ്മുടെ സജിത ചേച്ചി, നമ്മുടെ ഹരിച്ചേട്ടൻ്റെ വൈഫ് സജിത ചേച്ചി നമ്മുടെ വീഡിയോ എടുക്കുന്നതിന് വേണ്ടി ചെറിയൊരു വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുടി സ്ട്രൈറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിതൊക്കെ കണ്ട് പുറത്തിറങ്ങി നമ്മുടെ ചേച്ചിയുടെ അടുത്തും നമ്മുടെ സ്മിതേഷ് ചേട്ടൻ്റെ അടുത്തും എല്ലാവരുടെ അടുത്തും യാത്രയൊക്കെ പറഞ്ഞ് പുറത്തിറങ്ങി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇവിടെ അങ്ങ് അവസാനിപ്പിക്കുകയാണ്. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.